നമസ്തേ. ഗീതാസപര്യയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗീതാസപര്യയിൽ ഭഗവത്ഗീതയിലെ 3-ാം അധ്യായമായ കർമ്മയോഗത്തിലെ 24-ാം ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. യുദ്ധഭൂമിയിൽ ശോകമോഹങ്ങൾക്ക് അടിമപ്പെട്ട് തളർന്ന് നിഷ്ക്രിയനായി ഇരിക്കുന്ന അർജുനനെ വീണ്ടും കർമ്മോന്മുഖനാക്കുന്നതിനായി ശ്രീഭഗവാൻ കർമ്മത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും രഹസ്യം ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് ആത്മജ്ഞാനമാണ്. ശരീര മനസ്സുകളിൽ നിന്ന് വ്യത്യസ്തനായ, ശരീര മനസ്സുകൾ കേവലം കർമ്മത്തിനുള്ള ഉപകരണങ്ങളാണ്. ഈ ശരീര മനസ്സുകളിൽ നിന്ന് വ്യത്യസ്തനായ, അവയെ സാക്ഷിഭാവത്തിൽ അറിയുന്ന ആത്മാവാണ് ഞാൻ എന്ന തിരിച്ചറിവാണ്. ഞാൻ ആത്മാവാണ്. ഈ ശരീര മനസ്സുകളിൽ നിന്ന് വ്യത്യസ്തനായ, വ്യത്യസ്ത സ്വഭാവത്തോടു കൂടിയ, കാരണം ശരീര മനസ്സുകൾ അനിത്യമാണ്, എന്നാൽ ആത്മാവ് നിത്യസ്വഭാവനാണ്. ഒരിക്കലും ഒരു വിധത്തിലുള്ള വികാരഭേദങ്ങളുമില്ലാതെ എപ്പോഴും ആനന്ദസ്വരൂപിയായി, സച്ചിദാനന്ദ സ്വരൂപിയായി കാണപ്പെടുന്നതാണ് ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മാവാണ് ഞാൻ എന്ന അറിവാണ് ജ്ഞാനം. ആ ജ്ഞാനത്തിലൂടെയാണ് മോക്ഷം ഉണ്ടാകുന്നത്. എന്താണ് മോക്ഷം? മോക്ഷം എന്ന് പറഞ്ഞാൽ മരണം കഴിയുമ്പോൾ മറ്റേതെങ്കിലും ഒരു ലോകത്ത് പോകുന്നതല്ല. മോക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വർത്തമാനകാലത്തിൽ നമുക്ക് ദുഃഖത്തിൽ നിന്നുണ്ടാകുന്ന നിവൃത്തിയാണ്. ദുഃഖമുണ്ടാകാതിരിക്കുക. ദുഃഖ കാരണങ്ങളുണ്ടാകും. അതായത് നമുക്ക് ചിലപ്പോൾ പ്രിയപ്പെട്ടവരുടെ വേർപാടുണ്ടാകും, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകും, കുടുംബ പ്രശ്നങ്ങളുണ്ടാകും, സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ കേവലം ശരീര മനസ്സുകളോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എന്ന തിരിച്ചറിവിലൂടെയാണ് ഞാൻ എന്നാൽ ആത്മാവാണ്, അതുകൊണ്ട് ആത്യന്തികമായി ഞാൻ ഇതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടതില്ല എന്ന തിരിച്ചറിവാണ്. അതാണ് ഒരു അനാസക്തി എന്ന് പറയുന്നത്. ആ ഒരു തലത്തിലേക്ക് ഒരു വ്യക്തി ഉയരുന്നതിനാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. പക്ഷെ ആ ജ്ഞാനം ഒരാളുടെ മനസ്സിൽ സമ്പാദിക്കാൻ ഒരാൾക്ക് പെട്ടെന്നത് മനസ്സിലാവില്ല. ഒരാൾക്ക് ആത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ വെറുതെ പറയുന്നതാണ് എന്നായിരിക്കും ആ ആള് പറയുക. കാരണം ആ ആൾക്കത് മനസ്സിലാക്കാൻ ആവശ്യമായ മെച്യൂരിറ്റി ഇല്ല. ആ മെച്യൂരിറ്റി, അതിനുള്ള ട്രെയിനിങ് എങ്ങനെ സംഭവിക്കുന്നു? അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യനും കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കർമ്മത്തെ കർമ്മയോഗമായി അനുഷ്ഠിക്കുക, അതായത് ഈ കർമ്മത്തിന് എപ്പോഴും ഫലമുണ്ട്. കർമ്മത്തെ പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ഫലം ഉണ്ടാവും. ഇതിൽ ഈ പ്ലാനിങ്ങും എക്സിക്യൂഷനും നമ്മുടെ നിയന്ത്രണത്തിലാണ്. പക്ഷേ ഇതിൻ്റെ ഫലം എന്നുള്ളത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. അത് ചിലപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് വരും, നമുക്ക് പ്രതികൂലമായിട്ട് വരും. ഇത് ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം അതുകൊണ്ട് കർമ്മഫലത്തെക്കുറിച്ച് വറീഡാവാതെ നമ്മുടെ കർത്തവ്യം ചെയ്യാനുള്ളത് എന്താണോ ആ കർത്തവ്യം അത് ഭംഗിയായി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക. ഇത് വളരെ എളുപ്പമല്ല. കാരണം നമുക്കെപ്പോഴും കർമ്മഫലത്തെക്കുറിച്ച് വറീഡായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് മനുഷ്യ മനസ്സിൻ്റെ സ്വാഭാവികമായ ഒരു വാസന. ആ വാസനയെ നമ്മൾ ജയിക്കണം. എങ്ങനെ? ട്രെയിനിങ് കൊണ്ട്. നമ്മൾ തന്നെ സ്വയം നമ്മളെ അത് പഠിപ്പിക്കണം. ഞാനിങ്ങനെ ഈ കർമ്മഫലത്തെക്കുറിച്ച് വറീഡാവരുത്. ഇതാണ് കർമ്മയോഗം. ഈ കർമ്മയോഗം മനുഷ്യൻ മാത്രമല്ല, ഈ പ്രകൃതിയും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ശ്രീ ഭഗവാൻ പറയുന്നത്. ഈ പ്രകൃതി, ഈ വിരാട് പുരുഷൻ, അതായത് പരമാത്മാവിൻ്റെ ഈ ശരീരം, അതാണ് പിന്നീട് വിശ്വരൂപ ദർശനം എന്നൊക്കെ പറയുന്ന ആ വിശ്വരൂപ ദർശനം എന്ന ആ 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതാണ്. അതായത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പരമാത്മാവിൻ്റെ വിരാട് പുരുഷ ശരീരമാണ്. ആ വിരാട് പുരുഷൻ യഥാർത്ഥത്തിൽ ഇപ്പോഴും അതാണ് യദിഹ്യഹം ന വർത്തേയം. ഇതിനു മുമ്പുള്ള ശ്ലോകമാണ് 23-ാമത്തെ. യദിഹ്യഹം ന വർത്തേയം ജാതുകർമ്മണ്യതന്ത്രിത. യാതൊരു മടിയും കൂടാതെ ഞാനിങ്ങനെ നിരന്തരം കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നില്ലെങ്കിൽ, ഞാൻ മടി പിടിച്ച് കർമ്മത്തിൽ നിന്ന് മാറി നിന്നാൽ മമവർമാനുവർത്തന്തേ, അതായത് ഞാൻ നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരുന്നില്ല, ഞാൻ അങ്ങനെ കർമ്മം ചെയ്യാതെ കർമ്മത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മാർഗം അങ്ങനെ തന്നെ ഈ മനുഷ്യരും പിന്തുടരും. അതുകൊണ്ട് മനുഷ്യർക്ക് മാതൃകയായിട്ട് ഈ പ്രപഞ്ചപുരുഷൻ, ഈ വിരാട് പുരുഷൻ, ഈ പ്രകൃതിയിൽ ഒരു വിധത്തിലുള്ള ഒരു സെക്കൻഡ് പോലും മാറാതെയാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ കർമ്മങ്ങൾ. ഇങ്ങനെ ഭൂമി ഇങ്ങനെ കറങ്ങുന്നു, അതേപോലെ ഈ പ്രകൃതിയിലുള്ള മറ്റ് എല്ലാ
ഇതും ഇപ്പോൾ ഒരു വിത്ത് അതിൻ്റെ കൃത്യസമയമാകുമ്പോഴേക്കും അതിങ്ങനെ തുറന്ന് അത് പുറത്തേക്ക് വരുന്നു. ഇതുപോലെ മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ കൃത്യസമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യസമയത്ത് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ മെഡിക്കൽ സിസ്റ്റമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതിങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്ന പരമാത്മാവ്, ഇതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. ഇതെല്ലാം ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ഒരു വ്യക്തി കോർഡിനേഷനോടുകൂടി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു തിരിച്ചറിവ്. അതുകൊണ്ടാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരൻ ഈസ് ദ ലീഡർ. ആ ഈശ്വരനാണ് ഇത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ തനിയെ എങ്ങനെയോ സംഭവിക്കുന്നതല്ല. ഇതൊരാൾ ബോധപൂർവം അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ആ ആള് നിരന്തരം കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് പറയുന്നത്. അങ്ങനെ കർമ്മത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് ഇവിടെ ഈ 24-ാമത്തെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. നോക്കാം. ഉത്സീദേയുരിമേ ലോകാ ന കുര്യാം കർമ്മ ചേദഹം സങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാം ഇമാഃ പ്രജാഃ. ഉത്സീദേയുഃ ഇമേ ലോകാഃ ന കുര്യാം കർമ്മ ചേത് അഹം. അഹം കർമ്മ ന കുര്യാം ചേത് ഇമേ ലോകാഃ ഉത്സീദേയു. ഞാൻ ഈ പ്രപഞ്ചത്തിൽ ഇപ്പൊ ഈ വിരാട് പുരുഷൻ്റെതായ ഈ കർമ്മം വളരെ കൃത്യതയോടുകൂടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ, അതാണ് കർമ്മ ന കുര്യാം ചെയ്ത്, ഞാൻ കർമ്മം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഇമേ ലോകാഹ ഉത്സീദേയു, ഈ ലോകം നശിച്ചു പോകും. ഈ ലോകത്തിന് തുടരാൻ പറ്റില്ല, നിലനിൽക്കാൻ പറ്റില്ല. ഈ ലോകം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ്. ഈ വിരാട് പുരുഷന്റെ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്. ഉത്സീദേയുഹു, അത് നശിച്ചു പോകും. ഇമേ ലോകാഹ, ഈ ലോകം നശിച്ചു പോകും. ന കുര്യാം കർമ്മ ചേദഹം, ഞാൻ കർമ്മം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ന കുര്യാം കർമ്മ ചേത് അഹം സങ്കരസ്യ ച കർത്താസ്യാം, ഞാൻ സങ്കരസ്യ കർത്താസ്യാം, ഞാൻ ഈ ലോകത്തിൽ സങ്കരത്തിന്റെ കർത്താവായിത്തീരും. സങ്കരം എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഇല്ലായ്മയാണ് സങ്കരം. ക്ലാരിറ്റിയാണ് ഒരാളുടെ നിലനിൽപ്പിന് കാരണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് സന്തോഷമുണ്ടാകുന്നത് നമ്മുടെ മനസ്സിലൊരു ക്ലാരിറ്റി ഉണ്ടാകുമ്പോഴാണ്. എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ ക്ലാരിറ്റി ഇല്ലാതെയാകുന്നത്, സംശയമുണ്ടാകുന്നത്, കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്, അപ്പോൾ നമ്മൾ ആകെപ്പാടെ, ഇതാണ് അർജുനന്റെ അവസ്ഥ. അർജുനന് ശോകമുണ്ടാകാനുള്ള കാരണം മോഹമാണ്. മോഹം എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിലെ മോഹമല്ല, സംസ്കൃതത്തിലെ മോഹം. സംസ്കൃതത്തിൽ മോഹം എന്ന് പറഞ്ഞാൽ ഈ കൺഫ്യൂഷനാണ്, അവിവേകം എന്ന് പറയാം, തിരിച്ചറിവില്ലായ്മ, ഇങ്ങനെ ബ്ലേഡായിട്ട് നിൽക്കുക. ആ സങ്കരം ഉണ്ടാവുക, മനസ്സിൽ സങ്കരമുണ്ടാവുക, മനസ്സിൽ ആശയങ്ങളുടെ സങ്കരമുണ്ടാവുക, അതിൽ വ്യക്തത ഇല്ലാതെ വരിക, അതാണ് സങ്കരം. ആ സങ്കരം എപ്പോഴാണോ ഉണ്ടാകുന്നത്, അപ്പോൾ നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ച ഇല്ലാതെ വരും. അതോടുകൂടി നമുക്ക്, അതായത് ക്ലാരിറ്റി ഇല്ലാതെ പോകും. ക്ലാരിറ്റി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആകെ വറീഡാവും. നമുക്കൊരു ഏത് കാര്യം ചെയ്യണം എന്നറിയില്ല, ആ ചെയ്യുന്ന കാര്യം എങ്ങനെ ചെയ്യണം എന്നറിയില്ല. അപ്പം നമ്മൾ എന്തൊക്കെയോ ചെയ്തു വെച്ച് ആകെ കുഴപ്പത്തിലാവും. നമ്മളും പരാജയത്തിലാവും, നമ്മുടെ ചുറ്റുപാടുമുള്ളവരും പരാജയത്തിലാവും. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഓരോ മനുഷ്യനും ചെന്നെത്തിച്ചേരും. അതാണ് സങ്കരസ്യ ച കർത്താസ്യാം. ഈ മനുഷ്യലോകത്ത് സങ്കരത്തിന് കാരണമായിത്തീരും ഞാൻ, സങ്കരത്തിന്റെ കർത്താവായിത്തീരും ഞാൻ. കാരണം എന്താണ്? ഞാൻ കർമ്മം ചെയ്യാത്തത് കൊണ്ട് മനുഷ്യരും കർമ്മം ചെയ്യാതിരിക്കും. അങ്ങനെ കർമ്മം ചെയ്യാതിരിക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും മാനസികമായ കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ അത് ഇവിടെ ഒരു വലിയ പാഠമാണ് നമുക്ക് തരുന്നത്. എന്താണ്? മാനസികമായ ക്ലാരിറ്റി, ആ സങ്കരമില്ലാത്ത അവസ്ഥ നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു വേണം? കർമ്മത്തിലേർപ്പെടണം, കർത്തവ്യ കർമ്മത്തിലേർപ്പെടണം. അവനവൻ എന്താണോ കർമ്മം ചെയ്യാനുള്ളത് ആ കർമ്മം രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ മടിയില്ലാതെ ഏർപ്പെടുന്ന ഒരാൾക്കാണ് മനസ്സിൽ ക്ലാരിറ്റി ഉണ്ടാവുക. അതല്ല എന്നുണ്ടെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. അതങ്ങനെയാണോ ഇതിങ്ങനെയാണോ? അപ്പോഴേക്കും ആരെങ്കിലും പറയുന്നത് കേട്ട് അതാണ് ശരിയെന്ന് വിചാരിക്കും. അത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കാനുള്ള ബുദ്ധിയില്ല. കാരണം ഈ കൺഫ്യൂഷനാണ്, സങ്കരമാണ്. ഈ സങ്കരം, ക്ലാരിറ്റി ഇല്ലായ്മ,
ഒരാളെ നശിപ്പിച്ചു കളയും. അതാണ് സങ്കരസ്യ കർത്ത സ്യാം ഉപഹന്യാം ഇമാഹ പ്രജാഹ ച. ഈ പ്രജകളെ ഞാൻ നശിപ്പിക്കുന്നതിന് തുല്യമാകും. അവരെ ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്? സ്ഥിതിയുടെ ആളാണ്. ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നയാളാണ് ഞാൻ. പക്ഷേ എൻ്റെ ഈ ജോലി, പ്രപഞ്ചത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ജോലി ചെയ്യാൻ ഞാൻ അശക്തനായിത്തീരുകയും ഈ പ്രപഞ്ചത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നവനായിത്തീരുകയും അതിൻ്റെ ഫലമായി ഈ പ്രജകളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും. ഇതാണ് ശ്രീ ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ, അതായത് ഈ വിരാട് പുരുഷ ഭാവത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള കർമ്മങ്ങൾ ഞാൻ കൃത്യമായി ഒരു കടുകിട തെറ്റാതെ ഞാനിങ്ങനെ കൃത്യമായി അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെ? ഈ മനുഷ്യർക്ക് ഒരു മാതൃകയായിട്ട് എന്നെ കണ്ടിട്ട് മനുഷ്യരും ഇതുപോലെ കൃത്യസമയം കണക്കാക്കി അവരുടെ കർമ്മയോഗാനുഷ്ഠാനം ചെയ്യണം. ആ കർമ്മയോഗാനുഷ്ഠാനത്തിൽ നിന്ന് മനസ്സിൽ സങ്കരം ഇല്ലാതെയായി, കൺഫ്യൂഷൻ ഇല്ലാതെയായി, ആ കൂടിക്കുഴഞ്ഞ അവസ്ഥ മാറി ക്ലാരിറ്റി വരും. കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായി കാണാനും അറിയാനും ഉള്ള ഒരു ശുദ്ധി ഉണ്ടാകും, മനഃപാകതയുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നതിലൂടെ മനുഷ്യൻ ആത്മജ്ഞാനിയായിത്തീരും. ഞാൻ ആത്മാവാണ് എന്ന ജ്ഞാനത്തിലേക്ക് അയാൾ വളരും. ഇത് ഭഗവത്ഗീതയിലെ പാഠങ്ങൾ കൃത്യമായി പഠിക്കുന്ന ഒരാൾക്ക് ഈ ഒരു വളർച്ച ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് തന്നെ വീണ്ടും ഈ ആശയം തന്നെ തുടരുകയാണ് അടുത്ത ശ്ലോകങ്ങളിൽ. ഇനി വരുന്ന ശ്ലോകങ്ങളിലേക്കും ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.